എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സാമൂഹ്യനീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായി മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. നിരാമയ എന്ന സുരക്ഷാ പദ്ധതിയാണ് സാമൂഹ്യ നീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായി മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരള സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പാറളം. തൃശ്ശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്താണ് കേരള സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം ഒമാനാണ് വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച കർണാടക സ്വദേശി വിദുഷി ദീക്ഷ വി. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച കർണാടക സ്വദേശിയാണ് വിദുഷി ദീക്ഷ വി. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGA ആയി ചുമതലയേറ്റത് TCA കല്യാണി. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGA ആയി ചുമതലയേറ്റത് TCA കല്യാണിയാണ്. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ശ്രീനാരായണ ഗുരു രചിച്ച ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ദൈവദശകം എന്ന ഗ്രന്ഥമാണ് ശ്രീനാരായണ ഗുരു രചിച്ച് ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ന്യൂഡൽഹിയാണ് 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. മനുഷ്യനിൽ ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ചൈനയാണ് മനുഷ്യനിൽ ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് പെരമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി. ചെന്നൈയിലെ പെരമ്പൂറുള്ള ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത്. ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം കോമ്പൗണ്ട് ടീം ഇനത്തിൽ സ്വർണവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയും നേടിയ രാജ്യം ഇന്ത്യയാണ് ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം കോമ്പൗണ്ട് ടീം ഇനത്തിൽ സ്വർണവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയും നേടിയ രാജ്യം. ലിപുലേഖ് ചുരം വഴി ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാരം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട ഭരണകൂടം നേപ്പാൾ. ലിപുലേഖ് ചുരം വഴി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ട ഭരണകൂടമാണ് നേപ്പാൾ. ആദ്യമായി പ്രൈമറി കൂളന്റ് പമ്പ് PCP സാങ്കേതികവിദ്യ കൈമാറ്റത്തിന് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യം അമേരിക്കയാണ് ആദ്യമായി PCP പ്രൈമറി കൂളന്റ് പമ്പ് സാങ്കേതികവിദ്യ കൈമാറ്റത്തിന് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടത്. തദ്ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബദലായി സ്വന്തമായി സമഗ്രമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം, ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി അവതരിപ്പിച്ച ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബദലായി സ്വന്തമായി സമഗ്രമായ ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി, സംസ്ഥാന വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. സീഷെൽസിലെ ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണറായി നിയമിതനായ മലയാളി രോഹിത് രതീഷ്.
രോഹിത് രതീഷാണ് സീഷെൽസിലെ ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണറായി നിയമിതനായ മലയാളി. 2025 നടന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ് 2025 നടന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായത്. ലോക ചരിത്രത്തിൽ ആദ്യമായി $1,00,000 കോടി അഥവാ $1 ട്രില്യൺ ആസ്തി കൈവരിക്കാൻ ഒരുങ്ങുന്ന വ്യക്തി ഇലോൺ മസ്ക് ആണ് ലോക ചരിത്രത്തിൽ ആദ്യമായി $1,00,000 കോടി $1 ട്രില്യൺ ആസ്തി കൈവരിക്കാൻ ഒരുങ്ങുന്ന വ്യക്തി. രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗ് KCL 2025 കിരീടം നേടിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയത്. ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മാധവ് ഗോപാൽ കാമത്താണ് ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. 18ാമത് ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡ് നടന്നത് ചൈനയിലെ ജിനിങ്ങിലാണ് 18ാമത് ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡ് നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് എവിടെയാണ്? ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. കസാക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ സ്വർണം നേടിയ വനിത ഇളവേണിൽ വാളറിവൻ ആണ് കസാക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ സ്വർണം നേടിയ വനിത. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 4ാമത്തെ സൈനിക വ്യോമത്താവളമായ മുധ് ന്യോമ അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ലേ ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 4ാമത്തെ സൈനിക വ്യോമത്താവളമായ മുധ് ന്യോമ അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഏത് കേസിലാണ്? വസന്ത സമ്പത്ത് ദുബാരെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനായ ചിത്രം ഭൂതലം. ശ്രീകാന്ത് പങ്ങപ്പാട്ട് സംവിധാനം ചെയ്ത ഭൂതലം എന്ന മലയാള സിനിമയാണ് വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനായ ചിത്രം. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത് CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത്. സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷനും ഇന്ത്യയുടെ പ്രധാന നയരൂപീകരണ സ്ഥാപനമായ നീതി ആയോഗും സംയുക്തമായി നടപ്പിലാക്കുന്ന സംരംഭം യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് ബ്രിഡ്ജ് UKIIFB. സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷനും ഇന്ത്യയുടെ പ്രധാന നയരൂപീകരണ സ്ഥാപനമായ നീതി ആയോഗും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു സംരംഭമാണ് യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് ബ്രിഡ്ജ്. അധിനിവേശ ജീവികളിൽ ഒന്നായ ഭീമൻ ആഫ്രിക്കൻ ഒച്ച് ഇന്ത്യയിലെ പ്രധാനമായും ഏത് നഗരത്തെയാണ് ബാധിച്ചിരിക്കുന്നത്? ചെന്നൈ. അധിനിവേശ ജീവികളിൽ ഒന്നായ ഭീമൻ ആഫ്രിക്കൻ ഒച്ച് ലിസ ചാറ്റിന ഫുലിക്ക എന്ന ഭീമൻ ആഫ്രിക്കൻ ഒച്ച് ഇന്ത്യയിലെ പ്രധാനമായും ചെന്നൈ നഗരത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. ത്രിപുര, മിസോറാം, ഗോവ, ലഡാക്ക് എന്നിവയ്ക്കൊപ്പം പൂർണ്ണ പ്രവർത്തന സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ 5ാമത്തെ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായി മാറിയത് ഹിമാചൽ പ്രദേശാണ് ത്രിപുര, മിസോറാം, ഗോവ, ലഡാക്ക് എന്നിവയ്ക്കൊപ്പം പൂർണ്ണ പ്രവർത്തന സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ 5ാമത്തെ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായി മാറിയത്. 2025 US ഓപ്പൺ പുരുഷ വിഭാഗം ഫൈനലിൽ കിരീടം നേടിയ സ്പാനിഷ് താരം കാർലോസ്
അൽക്കാരസ് ആണ് 2025 US ഓപ്പൺ പുരുഷ വിഭാഗം ഫൈനലിൽ കിരീടം നേടിയ സ്പാനിഷ് താരം. 2025 US ഓപ്പൺ വനിതാ വിഭാഗം ഫൈനലിൽ കിരീടം നേടിയ ബെലാറസ് താരം അരീന സബലെങ്ക. അരീന സബലെങ്കയാണ് 2025 US ഓപ്പൺ വനിതാ വിഭാഗം ഫൈനലിൽ കിരീടം നേടിയ ബെലാറസ് താരം. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോക്ക്. ഓപ്പറേഷൻ ഷൈലോക്ക് എന്ന പരിശോധനയാണ് കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന. കേരളത്തിൽ നിന്നും ആദ്യമായി റെഡ് എലിഫന്റ് അവാർഡ്, ക്യൂരിയസ് ഡിസൈൻ അവാർഡ് ലഭിച്ച ഡിസൈനർ മുഹമ്മദ് ഫർഹാൻ. മുഹമ്മദ് ഫർഹാനാണ് കേരളത്തിൽ നിന്നും ആദ്യമായി റെഡ് എലിഫന്റ് അവാർഡ്, ക്യൂരിയസ് ഡിസൈനർ അവാർഡ് ലഭിച്ച ഡിസൈനർ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം. ചൈനയാണ് ഒന്നാം സ്ഥാനത്ത്. NRE നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായി ബോബ് ആസ്പയർ എന്ന ഒരു പേരിൽ ഒരു ഡിജിറ്റൽ ഓൺബോർഡിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയാണ് NRE നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായി ബോബ് ആസ്പയർ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ ഓൺബോർഡിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്, KSFE. KSFE ആണ് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച കോൾ സെന്റർ അധിഷ്ഠിത സേവനം CM with me സിറ്റിസൺ കണക്ട് സെന്റർ. CM with me സിറ്റിസൺ കണക്ട് സെന്റർ എന്ന സേവനമാണ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച കോൾ സെന്റർ അധിഷ്ഠിത സേവനം. നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സുശീല കാർക്കി. സുശീല കാർക്കിയാണ് നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. 2023-24 ആർദ്ര കേരള പുരസ്കാരം സംസ്ഥാനതല പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് വെള്ളിനേഴി. പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിനാണ് 2023-24 ആർദ്ര കേരള സംസ്ഥാനതല പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായത് പള്ളുരുത്തി. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയാണ് ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി. ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്ത്. ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ഗുരുവായൂരാണ് ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച മുനിസിപ്പാലിറ്റി. ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ. 2025 നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ജെയ്സ്മിൻ ലംബോറിയ. ജെയ്സ്മിൻ ലംബോറിയയാണ് 2025 നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. ചൈനയിലെ നിങ്ബോയിൽ നടന്ന 2025 ISSF ലോകകപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ഇഷ സിംഗ്. ചൈനയിലെ നിങ്ബോയിൽ നടന്ന 2025 ISSF ലോകകപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ഇഷ സിംഗ് ആണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനത്തിനായി ആവിഷ്കരിച്ച പ്രധാന പദ്ധതി പ്രോജക്റ്റ് അനന്ത. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനത്തിനായി ആവിഷ്കരിച്ച പ്രധാന പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് അനന്ത. നഗരപ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കുമായി മലബാർ ഗ്രൂപ്പും ലോകാരോഗ്യ സംഘടന WHO ചേർന്ന് WHO ഇന്ത്യ ഓഫീസും തമ്മിലുള്ള സഹകരണത്തോടെയുള്ള പദ്ധതി
നഴ്ചറിംഗ് ബിഗിനിങ്സ്. നഗരപ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കുമായി മലബാർ ഗ്രൂപ്പും ലോകാരോഗ്യ സംഘടനയുടെ ഇന്ത്യ ഓഫീസും തമ്മിലുള്ള സഹകരണത്തോടെയുള്ള പദ്ധതിയാണ് നർച്ചറിംഗ് ബിഗിനിങ്സ്. ഓൺലൈൻ ക്ലാസുകൾ ഓൺലൈനായി ലഭിക്കാൻ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വികസിപ്പിച്ച പഠന പോർട്ടൽ കെ ലേൺ. ഓൺലൈൻ ക്ലാസുകൾ ഓൺലൈനായി ലഭിക്കാൻ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വികസിപ്പിച്ച പഠന പോർട്ടലിന്റെ പേരാണ് കെ ലേൺ. റെഡ് ഐവി പ്ലാന്റിൽ നിന്ന് മുറിവ് ഉണക്കുന്ന മൾട്ടി ഫങ്ഷണൽ പാഡ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റെഡ് ഐവി പ്ലാന്റിൽ നിന്ന് മുറിവ് ഉണക്കുന്ന മൾട്ടി ഫങ്ഷണൽ പാഡ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTI-TTP ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.